കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും കമന്റുകളുമാണ് എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടു ഇളം കരിക്കിന് ഉടമയായ നിഖില ചേച്ചിയെ പറ്റിയാണ്. എനിക്കാണേൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കുത്തബ് മിനാർ പോലെ ആകും. ഞാൻ ഒരു നാട്ടിൻപുറത്തെ പലചരക്കുകടയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 24 വയസ്സ്. രാവിലെ 8 മണി ആകുമ്പോൾ ഞങ്ങൾ കട തുറക്കും. എന്റെ കടയുടെ അടുത്ത് തന്നെ ഒരു അംഗനവാടിയുമുണ്ട്. ഒരു 10 മണി സമയമാകുമ്പോൾ ഒരുപാട് ചേച്ചിമാർ അതിലൂടെ പിള്ളേരെ കൊണ്ടുവിടാൻ പോകും. അതിൽ ഒരു ചേച്ചിയാണ് നിഖില. എന്റെ കടയിൽ ഞാനും മുതലാളിയും മാത്രമാണ് ജോലി ചെയ്യുന്നത്. രാവിലെ കടയിൽ നല്ല തിരക്കും ഉണ്ടാകാറുണ്ട്. ആദ്യമായി നിഖില ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ക്രഷ് അടിച്ചിരുന്നു. ചേച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല വെളുത്തു തൊടുത്ത മെലിഞ്ഞ ശരീരം, ആവശ്യത്തിനുള്ള വലുപ്പവും കരിക്കുകൾക്കുമുണ്ട്. പിന്നാമ്പുറമൊക്കെ ആരോ കൊത്തിമിനുക്കിയെടുത്ത പോലെയുണ്ട്. ടൈറ്റ് പാന്റാണ് ചേച്ചി കൂടുതലും ഇടാറുള്ളത്. ചേച്ചി അതിലെ പോകുമ്പോഴൊക്കെ ഞാൻ എന്നും നോക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുന്നത് ചേച്ചി കണ്ടു. ഞാൻ പെട്ടെന്ന് എന്റെ നോട്ടം മാറ്റി. എന്റെ ഉള്ളിൽ ആകെ ഭയമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പേടിത്തൊണ്ടനാണ് കേട്ടോ. ചേച്ചിയുടെ ഭർത്താവിനോട് ഈ കാര്യം പറയുമോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നു. പിന്നീട് ചേച്ചി ഓരോ ദിവസവും അതിലെ വരുമ്പോൾ ഞാൻ നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. ദേഷ്യപ്പെട്ടുള്ള ആ ഒരു നോട്ടം തന്നെ എനിക്ക് ഉള്ളിൽ പേടി തോന്നിക്കാറുണ്ട്. പിന്നീട് ഇത് പതിവായി. രണ്ടുപേരുടെയും മുഖത്തു ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ നമ്മൾ പരസ്പരം എന്നും ഇങ്ങനെ ഒരു നോട്ടം ഇടാറുണ്ട്. ഒരു ദിവസം ഞാൻ കടയുടെ അകത്തുനിന്ന് സാധനം എടുത്തുകൊടുക്കുന്ന തിരക്കിലാണ്. 1 കിലോ പഞ്ചസാരയും തൂക്കി അത് കെട്ടുകയായിരുന്നു ഞാൻ. പുറത്തേക്കു നോക്കിയായിരുന്നു കെട്ടുന്നത്. നിഖില ചേച്ചി അതിലെ പോകുമ്പോൾ പുറത്ത് എന്നെ കാണാത്തതുകൊണ്ട് കടയുടെ അകത്തേക്കു നോക്കി. ഇതോടെ ഞാൻ ഒന്നുറപ്പിച്ചു. ചേച്ചിയുടെ മനസ്സിൽ എനിക്ക് എന്തോ ഒരു സ്ഥാനമുണ്ടെന്ന്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും എനിക്ക് ചേച്ചിയെ നോക്കാൻ ഒരു ധൈര്യം കിട്ടി. ഞാൻ എന്നും ചേച്ചി പോകുമ്പോൾ കോൺഫിഡൻസോട് കൂടി നോക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും നമ്മൾ പരസ്പരം ഒന്ന് പുഞ്ചിരിക്കാൻ മടിച്ചിരുന്നു. ഒരു ദിവസം ചേച്ചി വരുമ്പോൾ ഞാൻ ചേച്ചിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കടയിൽ അന്ന് കുറെ ആൾക്കാർ വന്നിരുന്നു. പെട്ടെന്ന് മുതലാളിയുടെ വക എന്റെ തലക്കിട്ട് ഒരു കോട്ട് കിട്ടി. എന്നിട്ട് പറഞ്ഞു, വായയും പൊളിച്ചിരിക്കാതെ പെട്ടെന്ന് സാധനം എടുത്തുകൊടുക്കടാ. ഇത് കണ്ട നിഖിലേച്ചി ഒന്ന് ചിരിച്ചു. സത്യം പറഞ്ഞാൽ ആ നിമിഷം മുതലാളിയെ കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കൂടുതൽ അടുത്തു. കാണുമ്പോഴൊക്കെ ഒന്ന് പുഞ്ചിരിക്കും. ഒരു ദിവസം മുതലാളിയുടെ ഭാര്യയുടെ അമ്മ മരണപ്പെട്ടതുകൊണ്ട് കട അവധിയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതലാളി എന്നോട് പറഞ്ഞു, ഡാ, കട ഇങ്ങനെ അധികകാലം പൂട്ടിക്കിടന്നാൽ പിന്നീട് ആൾക്കാർ വരാതെ ആകും. നീ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നീ കട തുറക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. ഞാൻ സമ്മതിച്ചു. പിറ്റേന്ന് ഞാൻ അങ്ങനെ പതിവ് പോലെ രാവിലെ കട തുറന്നു. പെട്ടെന്നാണ് എനിക്ക് നിഖിലേച്ചിയുടെ കാര്യം ഓർമ്മ വന്നത്. എന്റെ ഫോൺ നമ്പർ കൊടുക്കാൻ ഇതിലും നല്ല ഒരു ചാൻസ് എനിക്കിനി കിട്ടില്ല. ഞാൻ ഒരു കഷ്ണം പേപ്പർ എടുത്ത് എന്റെ നമ്പറും എഴുതി പോക്കറ്റിൽ വെച്ച് ചേച്ചിയെയും കാത്തുനിന്നു. ഒടുവിൽ ചേച്ചി എത്തി. ചേച്ചി അംഗനവാടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒറ്റക്കല്ലേ, അപ്പോൾ കൊടുക്കാമെന്നാണ് എന്റെ പ്ലാൻ. ചേച്ചി പോകുമ്പോൾ ഞാൻ ചിരിച്ചു. ചേച്ചിയും ചിരിച്ചു. ചേച്ചി കടയ്ക്കുള്ളിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി തിരിച്ചു വരുന്നതും കാത്ത് ഞാൻ കുറച്ചുനേരം നിന്നു. ഒടുവിൽ ചേച്ചി വരുന്നത് ഞാൻ കണ്ടു. എന്റെ നെഞ്ചിടിപ്പ് കൂടി. ചേച്ചി അടുത്തെത്തിയപ്പോൾ ഞാൻ ഭയന്നുവിറച്ചിട്ടാണേലും നമ്പർ കൊടുത്തു. ചേച്ചിയും ഒരു ഭയത്തോടെ അത് വാങ്ങി. എന്നിട്ട് ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കി. എന്നിട്ട് ചേച്ചി നടന്നു. ചേച്ചി പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒടുവിൽ പെണ്ണ് എനിക്ക് വളഞ്ഞു എന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ അങ്ങോട്ട് എനിക്ക് ഓരോ മെസ്സേജ് വരുമ്പോഴും നെഞ്ചിടിപ്പു കൂടിയിരുന്നു. ഉച്ചയായിട്ടും മെസ്സേജ് ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ നിരാശപ്പെട്ടു. ചേച്ചി ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞു കാണുമോ എന്നുള്ള പേടിയും മനസ്സിൽ രൂപപ്പെട്ടു. ഒരു 2 മണി ആയപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്റെ ഫോണിൽ ഒരു മെസ്സേജ് ടോൺ വന്നു. അത്ര പ്രതീക്ഷയൊന്നുമില്ലാതെ ഞാൻ ഫോൺ എടുത്തു നോക്കി. പെട്ടെന്ന് ഞാൻ ഒന്നും ഞെട്ടി. അതെ, നിഖിലേച്ചിയുടെ മെസ്സേജ് തന്നെ. ഹായ് എന്നായിരുന്നു ആ മെസ്സേജ്. പെട്ടെന്ന് ഞാൻ ഫുഡൊക്കെ മാറ്റിവെച്ച് ചാറ്റ് ചെയ്യാൻ തയ്യാറായി നിന്നു. ഞാൻ തിരിച്ചു ഒരു ഹായ് അയച്ചു. പ്രൊഫൈലിൽ ചേച്ചിയുടെ ഫോട്ടോ തന്നെ ആയിരുന്നു. എന്നിട്ടും ഞാൻ വെറുതെ ആരാ എന്ന് ചോദിച്ചു. രാവിലെ നമ്പർ തന്നത് മറന്നുപോയോ? ഓഹോ, ചേച്ചി തന്നെ ആയിരുന്നല്ലേ. ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ എന്ന് പറഞ്ഞു.
ചേച്ചി ചോദിച്ചു. എന്റെ ഫോട്ടോ കണ്ടിട്ടും മനസ്സിലായില്ലേ? ഫോട്ടോ ഒന്നും കാണുന്നില്ല. ചേച്ചി സേവ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ചേച്ചി ഓക്കേ, അത് വിട്. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്താ? ചേച്ചി നീ ശരിക്കും എന്തിനാ എനിക്ക് നമ്പർ തന്നെ? ഞാൻ എന്താ അങ്ങനെ ചോദിച്ചേ? ചേച്ചി അതല്ല, നീ എന്നെ എങ്ങനെയാ കാണുന്നേ? ഫ്രണ്ട് ആയിട്ടാണോ അതോ? ചേച്ചി അതു പിന്നെ. എന്താടാ പരുങ്ങുന്നേ? മടിക്കേണ്ട, എന്തായാലും പറഞ്ഞോ. സത്യം പറയാലോ ചേച്ചി, എനിക്ക് ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എന്റെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ള വല്ല വിചാരവും ഉണ്ടോ മോനെ നിനക്ക്? അതൊക്കെ അറിയാം. പക്ഷെ പ്രണയത്തിനു മുന്നിൽ അതൊന്നും ഒരു തടസ്സമായി എനിക്ക് തോന്നിയില്ല. അമ്പട കള്ള, നീ ആള് കൊള്ളാലോ. അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നത് തെറ്റാണ് കേട്ടോ. തെറ്റ് ചെയ്യാത്തതായി ആരുണ്ട് ഗോപു എന്നും പറഞ്ഞു ഞാൻ ചിരിച്ചു. ചേച്ചിക്ക് അതങ്ങ് സുഖിച്ചു. അങ്ങനെ ഞങ്ങൾ കൂടുതൽ അടുത്തു. അവൾ എന്നോട് പറഞ്ഞു, ഡാ നമുക്ക് നാളെ ഒന്ന് കറങ്ങാൻ പോയാലോ? ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകുക? ബീച്ചിൽ പോയാലോ? ഡാ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ? ആരെങ്കിലും കണ്ടാലോ? അതിനെന്താ ചേച്ചി? ചേച്ചി എന്തിനാ മറ്റുള്ളവരെ പേടിക്കുന്നേ? ഡാ ചെറുക്ക, എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം മറന്നുപോയോ നീ? ഓഹോ, ഞാനത് ആലോചിച്ചില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ച സമയം പോകാം. ുമ്പോൾ ആൾക്കാർ എല്ലാം കുറവായിരിക്കും. ചേച്ചി സമ്മതിച്ചു. പിറ്റേന്ന് ഞാൻ ബൈക്ക് എടുത്ത് ചേച്ചിയെ കൂട്ടാൻ പോയി. ചേച്ചി വീടിന്റെ അടുത്തുള്ള റോഡിൽ കൂടി മുന്നോട്ട് നടന്നു. ആൾക്കാരില്ലാത്ത സ്ഥലമെത്തിയപ്പോൾ ചേച്ചി എന്റെ ബൈക്കിൽ കയറി. ചേച്ചിയുടെ നാട് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് ഒരു ധൈര്യം വന്നത്. ചേച്ചി എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഞാൻ കുറേനേരം ആസ്വദിക്കാൻ വേണ്ടി ബൈക്കിന്റെ സ്പീഡ് ഒന്ന് കുറച്ചു പതിയെ പോകാൻ തുടങ്ങി. ചേച്ചി ഇടയ്ക്ക് എന്നെ തഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് പിടിച്ചു. ചേച്ചിയെ എന്നോട് അടുപ്പിക്കുമായിരുന്നു. ചേച്ചിക്ക് അത് മനസ്സിലായി. ചേച്ചി എന്നെ ചെറുതായിട്ട് ഒന്ന് നുള്ളി. ഞാൻ ചേച്ചിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. വേദനിച്ചോടാ? ഞാൻ ആ എന്ന് പറഞ്ഞു. ചേച്ചി മെല്ലെ തടവിതന്നു. അങ്ങനെ ഓരോ കുറുമ്പുകളുമായി ഞങ്ങൾ കുറെ ദൂരം പോയി. ചേച്ചിക്ക് ചായ വേണോ? നിർബന്ധമില്ല. എന്നാൽ വാ, ഓരോ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ നിർത്തി ഓരോ ചായയും പൊറോട്ടയും ഒക്കെ വാങ്ങിക്കഴിച്ചു. ഒടുവിൽ ബീച്ചിലെത്തി. ഉച്ചസമയമായതുകൊണ്ട് ബീച്ചിൽ എങ്ങും ആരുമില്ലായിരുന്നു. ചേച്ചി ഒരു കുട എടുത്തിരുന്നു. ഞങ്ങൾ അങ്ങനെ ആ കുടയും ചൂടി പരസ്പരം കൈപിടിച്ച് ബീച്ചിലൂടെ അങ്ങനെ നടന്നു. ചേച്ചി തല മെല്ലെ എന്റെ ഷോൾഡറിലേക്ക് ചായച്ചു വെച്ചു. പെട്ടെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, ആ നിന്നെപ്പോലെ ഒരുത്തനെ ആയിരുന്നു എനിക്ക് വേണ്ടത്. അതെന്താ ചേച്ചി, ഇപ്പോൾ ഉള്ളവൻ കൊള്ളത്തില്ലേ? ഇല്ലടാ, അങ്ങേർക്കു എന്നോട് വലിയ താൽപര്യമൊന്നുമില്ല. ഇതിനു മാത്രമല്ലടാ, ഒന്നിനും എന്നുവച്ചാൽ ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? അതേടാ, നീ ഉദ്ദേശിച്ചത് തന്നെ. ഞങ്ങൾ തമ്മിൽ വല്ലതും നടന്നിട്ട് 2 വർഷത്തിലധികമായി. ചേച്ചിയെപ്പോലൊരു മുതലിനെ വച്ചിട്ട് എങ്ങനെ അയാൾക്ക് ഇത് തോന്നി? പോടാ പട്ടി എന്നും പറഞ്ഞ് ചേച്ചി എന്നെ ചെറുതായിട്ട് അടിച്ചു. ചേച്ചി പേടിക്കണ്ട. ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഇനി ഞാൻ ഉണ്ടാകും. ചേച്ചി എന്റെ ഇടതുകൈ മാറോട് അമർത്തി കെട്ടിപ്പിടിച്ചു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിച്ചു തരുമോ? എന്നെ തരാതെ. എന്നാൽ ഇപ്പോൾ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ? തരാലോ. എന്നാൽ എനിക്ക് ഇപ്പോൾ തന്നെ ഒരു മുത്തം തരാമോ എന്ന് ചോദിച്ചു. ഇവിടെ വച്ചോ? ആരെങ്കിലും കാണില്ലേ? അതൊന്നും എനിക്കറിയില്ല. നീ എനിക്ക് വാക്ക് തന്നതാണ്. സത്യം പറഞ്ഞാൽ എന്റെ സകല കൺട്രോളും പോയി കിടക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നതാ. ഞാൻ ചേച്ചിയെയും കൂട്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി. എവിടെയാ വേണ്ടത്? ചേച്ചി ഒരു നാണത്തോട് പറഞ്ഞു. നെറ്റിയിൽ. ഞാൻ ചുണ്ടിൽ തന്നെ അങ്ങ് കൊടുത്തു. അയ്യേ വൃത്തികെട്ടവൻ എന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്താ, ഇഷ്ടായില്ലേ? അവൾ ഒരു കോഷ്ടി കാണിച്ച് മെല്ലെ നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അവൾ ബൈക്കിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, ഡാ ഇന്ന് ആരും വീട്ടിലില്ല. ചേട്ടൻ ഒരു കല്യാണത്തിന് പോയേക്കുകയാ, നാളെ വരൂ. ചേട്ടന്റെ അമ്മ ഉണ്ട് വീട്ടിൽ. അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. അമ്മയെ ഒറ്റയ്ക്ക് ആക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ കൂട്ടാതെ പോയതാ. ഞാൻ ഒറ്റയ്ക്ക് ആയാൽ അങ്ങേർക്ക് കുഴപ്പമില്ല. സാരമില്ല ചേച്ചി, ഞാൻ ഉള്ളപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് ആകില്ല. ഡാ നീ വരുമോ ഇന്ന്? വരാം, പക്ഷെ വന്നാൽ എനിക്ക് എന്താ തരുക? എന്റെ പൊന്നുമോന് എന്താ വേണ്ടത്? കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെക്കണോ? കഴിക്കാനൊക്കെ വേണം, പക്ഷെ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട. ഉള്ളതൊക്കെ മതി. ഈ ചെറുക്കന്റെ ഒരു കാര്യം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ.
നീ വാടാ, നിനക്ക് ഞാൻ നല്ല ചൂടപ്പം തന്നെ തരാം. വിശപ്പു മാറുന്നതുവരെ നീ അത് കഴിച്ചോണ്ട് നിന്നോ. അങ്ങനെ ഒന്നും മാറുന്ന വിശപ്പല്ല ചേച്ചി. ഓഹോ, നിന്റെ വിശപ്പ് മാറ്റിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. വിശപ്പ് മാത്രമല്ല കേട്ടോ, വല്ലാത്ത ദാഹവുമുണ്ട്. ഓഹോ, കുടിക്കാൻ എന്താ വേണ്ടത് മോന്? നല്ല കരിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഡാ പട്ടി, നീ വണ്ടിവിട്. ബാക്കി നീ വന്നിട്ടു മതി. അന്ന് രാത്രി ഞാൻ ആരും കാണാതെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ഡോർ തുറന്നിട്ടിരിക്കുകയാ, നീ കയറിക്കോ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കയറിയപ്പോൾ തന്നെ ആ കാഴ്ച ഞാൻ കണ്ടു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നല്ല ചൂട് അപ്പവുമായിട്ട് മേശയിൽ കയറിയിരിക്കുന്നു. എന്നെ മാടി വിളിച്ചു. വേണ്ടുവോളം കഴിച്ചോടാ, കഴിച്ചിട്ട് നീ അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മതി. കുടിക്കാൻ 2 ഇളം കരിക്കും തന്നു. അപ്പം കഴിക്കുമ്പോൾ തേൻ കൂട്ടി കഴിക്കണം എന്നും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് ഒരു തേൻ കുപ്പിയും നീട്ടിത്തന്നു. അന്നത്തെ ദിവസം ഒരു 3-4 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാകും ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കാൻ. പിന്നീട് അങ്ങോട്ട് കലാപരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിച്ചില്ലെങ്കിലും അവൾ എന്റെ ഭാര്യയും ഞാൻ അവളുടെ ഭർത്താവുമായി മാറി. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.